ഹലോ ഫ്രണ്ട്സ്, ഞാൻ അഹമ്മദ് വസീം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ആൻഡ് ക്വാളിറ്റി അഷുറൻസ് എന്ന ആ ഒരു മോഡ്യൂളിലെ ചെറിയൊരു ഭാഗമാണ് ക്രൈറ്റീരിയ ഫോർ ദ സക്സസ് ഓഫ് എ സോഫ്റ്റ്വെയർ പ്രൊജക്റ്റ്. ഒരു സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഡാറ്റാസിൻ്റെയും അതേപോലെ കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ഷൻസിൻ്റെയും കളക്ഷനാണ് ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഒരു സിസ്റ്റം വർക്ക് ചെയ്യണമെങ്കിൽ സോഫ്റ്റ്വെയർ തീരുമാനിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ ആ സോഫ്റ്റ്വെയറിൻ്റെ ബേസിലാണ് ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഫിസിക്കൽ ഹാർഡ്വെയർസിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ഈ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഒരു ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള അഥവാ നമുക്ക് ഫീലിങ്സ് അറിയാൻ പറ്റാത്ത ഒരു ടെക്നോളജിയാണ്. അത് വെർച്വൽ ടെക്നോളജിയാണ്. ബട്ട് ഹാർഡ്വെയർ എന്ന് പറയുന്നത് അതൊരു ഫിസിക്കലാണ്. അത് നമുക്ക് ഫീലിങ്സ് തൊട്ടുകൊണ്ട് ഒക്കെ നമുക്ക് ഫീലിങ്സ് അറിയാൻ പറ്റും. സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു മുടിയുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു ടോപ്പിക്ക് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വിശദമായിട്ട് പഠിക്കുന്നതായിരിക്കും. നമുക്ക് ടോപ്പിക്കിലേക്ക് എടുക്കാം. ക്രൈറ്റീരിയ ഫോർ ദ സക്സസ് ഓഫ് എ സോഫ്റ്റ്വെയർ പ്രൊജക്റ്റ്. ഒരു സോഫ്റ്റ്വെയർ പ്രൊജക്റ്റ് സക്സസ് ആവാനുള്ള ക്രൈറ്റീരിയാസ്, മാനദണ്ഡങ്ങൾ എന്തെല്ലാം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ പ്രൊജക്റ്റ് സക്സസ് ആവണമെങ്കിൽ പ്രധാനമായിട്ടും 4 ക്രൈറ്റീരിയാസാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് ക്രൈറ്റീരിയ ആണ് the software must meet all the quality requirements. നമ്മൾ ഉണ്ടാക്കുന്ന ആ സോഫ്റ്റ്വെയർ എല്ലാ രീതിയിലുള്ള ക്വാളിറ്റി റിക്വയർമെൻറ്റ്സും കണ്ടിരിക്കണം, മീറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് ക്രൈറ്റീരിയ ആണ് ദ സോഫ്റ്റ്വെയർ മസ്റ്റ് ബി ഡെവലപ്ഡ് വിത്തിൻ ദി ടൈം ഫ്രെയിം. ഒരു നിശ്ചിത ടൈം ഫ്രെയിമിന് ഉള്ളിൽ ആ ഒരു സോഫ്റ്റ്വെയർ മസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്യണം എന്നുള്ളതാണ്. തേർഡ് ക്രൈറ്റീരിയ ദ സോഫ്റ്റ്വെയർ മസ്റ്റ് ബി ഡെവലപ്ഡ് വിത്തിൻ ദി ബഡ്ജറ്റ്. ഒരു നിശ്ചിത ബഡ്ജറ്റിനുള്ളിൽ ആ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യണമെന്നാണ് മൂന്നാമത്തെ ക്രൈറ്റീരിയ. ഫോർത്ത് ക്രൈറ്റീരിയ റിലേഷൻസ് അമംഗ് ദ ടീം മെമ്പേഴ്സ് ഷുഡ് ബി cordial during the project execution and after the project is completed. ഒരു പ്രൊജക്റ്റ് ഒരു സോഫ്റ്റ്വെയർ പ്രൊജക്റ്റ് നമ്മൾ തുടങ്ങിയിട്ടുണ്ടാവുക ചിലപ്പോൾ കൂടുതൽ ടീം ആയിട്ടായിരിക്കും, ഗ്രൂപ്പായിട്ടായിരിക്കും. ആ ഗ്രൂപ്പിലെ മെമ്പേഴ്സ് ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നതിന് മുന്നേ അതേപോലെ ആ സോഫ്റ്റ്വെയർ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷവും എന്തായിരിക്കണം, അവരുടെ റിലേഷൻസ് അത് വളരെ നല്ല രീതിയിലായിരിക്കണം എന്നാണ് നാലാമത്തെ ക്രൈറ്റീരിയ പറയുന്നത്. നെക്സ്റ്റ്, ഈ 4 ക്രൈറ്റീരിയാസിനെയും കൂടി നമ്മൾ ഒന്നുകൂടി ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ, ഫസ്റ്റ് വൺ ക്വാളിറ്റിയാണ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിക്വയർമെൻറ്റ് ഓഫ് എ സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ് ഈസ് ദാറ്റ് ഇറ്റ് ഷുഡ് മീറ്റ് ദ റിക്വയർമെൻറ്റ്സ് ഓഫ് ദ കസ്റ്റമർ. ഒരു സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് അത് ഉപഭോക്താവിൻ്റെ അല്ലെങ്കിൽ കസ്റ്റമറുടെ ആവശ്യങ്ങൾ നിറവേറ്റുക എന്നുള്ളതാണ്. അതിന് പുറമെ ലോ കോസ്റ്റിൽ സോഫ്റ്റ്വെയർ മെയിൻറ്റെയിൻ ചെയ്യാനും അതേപോലെ തന്നെ ലോ കോസ്റ്റിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനുള്ളതുമായിട്ടുള്ള അഡീഷണൽ റിക്വയർമെൻറ്റ്സ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ മാനേജ്മെൻറ്റിന് നൽകാൻ പറ്റും. അതുകൂടാതെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറിനെ മാനേജ്മെൻറ്റിന് പിന്നീട് ഒരു ജനറിക് പ്രൊഡക്റ്റ് ആക്കി മാറ്റാൻ ആഗ്രഹമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജനറിക് പ്രൊഡക്റ്റ് ആക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ അതിന് പോർട്ടബിലിറ്റി പോലെയുള്ള അഡീഷണൽ റിക്വയർമെൻറ്റ്സ് നൽകിയാൽ മതി. അതും പോസിബിളാണ്.
നെക്സ്റ്റ് സോഫ്റ്റ്വെയർ ക്വാളിറ്റി ട്രയാങ്കിൾ. നിങ്ങൾക്ക് ആ ഒരു ഫിഗറിൽ ഒരു ട്രയാങ്കിൾ കാണാൻ പറ്റും. ആ ട്രയാങ്കിളിൽ കൊടുത്തിരിക്കുന്നത് സോഫ്റ്റ്വെയറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. 3 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കൊടുത്തിട്ടുള്ളത്: ഓപ്പറേഷൻ, ട്രാൻസിഷൻ ആൻഡ് റിവിഷൻ. അതിൽ ഓപ്പറേഷനിൽ വരുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ കറക്റ്റ്നെസ്, യൂസബിലിറ്റി, ഇൻറ്റഗ്രിറ്റി, എഫിഷ്യൻസി, റിലയബിലിറ്റി, സെക്യൂരിറ്റി, സേഫ്റ്റി. ആൻഡ് സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് റിവിഷനാണ്. അതിൽ വരുന്നത് മെയിൻറ്റെയിനബിലിറ്റി, ടെസ്റ്റബിലിറ്റി, ഫ്ലെക്സിബിലിറ്റി, എക്സ്റ്റെൻസിബിലിറ്റി, സ്കാലബിലിറ്റി, മോഡുലാരിറ്റി. ആൻഡ് തേർഡ് ട്രാൻസിഷൻ. അതിൽ വരുന്നത് യൂസബിലിറ്റി, പോർട്ടബിലിറ്റി, ട്രാൻസ്ഫറബിലിറ്റി. നെക്സ്റ്റ് ഓപ്പറേഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നുള്ളതാണ്. ഓപ്പറേഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് സ്പെസിഫൈ ദ റിക്വയർമെൻറ്റ്സ് ഡ്യൂറിങ് ദ ഓപ്പറേഷൻ ഓർ യൂസേജ്. ഓപ്പറേഷൻ നടക്കുമ്പോൾ അഥവാ യൂസ് ചെയ്യുമ്പോൾ റിക്വയർമെൻറ്റ്സ് വ്യക്തമാക്കുന്നതിനെയാണ് ഓപ്പറേഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇതിൽ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് കറക്റ്റ്നെസ്, ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് ദ സോഫ്റ്റ്വെയർ മീറ്റ്സ് ദ സ്പെസിഫിക്കേഷൻസ്. അതായത് സോഫ്റ്റ്വെയർ എത്രത്തോളം സവിശേഷതകൾ, സ്പെസിഫിക്കേഷൻസ് ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കറക്റ്റ്നെസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് യൂസബിലിറ്റി, ലേണബിലിറ്റി. ഈ ലേണബിലിറ്റി എന്ന് പറഞ്ഞാൽ ദ എഫേർട്ട് ഓർ ടൈം റിക്വയർഡ് ടു ലേൺ ദ യൂസേജ് ഓഫ് ദ സോഫ്റ്റ്വെയർ. ഒരു സോഫ്റ്റ്വെയറിൻ്റെ യൂസേജ് എത്രത്തോളം, അതായത് അതിൻ്റെ ടൈം, അതിന് വേണ്ട എഫേർട്ട്, ഈ കാര്യങ്ങളൊക്കെ കുറിച്ചൊക്കെ ലേൺ ചെയ്യുന്നതിനെയാണ് ലേണബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ യൂസബിലിറ്റി, ദ യൂസബിലിറ്റി ഓഫ് എ വെൽ ഡിസൈൻഡ് GUI ഈസ് എ വെരി ഹൈ കമ്പയർഡ് ടു എ മെനു ഡ്രിവൺ ഇൻ്റർഫേസ്. വെൽ ഡിസൈൻഡ് GUI മെനു ഡ്രിവൺ ഇൻ്റർഫേസു ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വെൽ ഡിസൈൻഡ് GUI ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസിൻ്റെ യൂസബിലിറ്റി എന്ന് പറയുന്നത് വെരി ഹൈ ആണ് എന്നുള്ളതാണ് ഈ യൂസബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പോയിൻ്റാണ് ഇൻറ്റഗ്രിറ്റി. ദ സോഫ്റ്റ്വെയർ ഷുഡ് നോട്ട് ഹാവ് എ സൈഡ് എഫക്റ്റ്. സോഫ്റ്റ്വെയറിന് മറ്റ് സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാവില്ല. ഇതുപോലെ ലൈക്ക് അനദർ ആപ്ലിക്കേഷൻ ഡസ് നോട്ട് റൺ വെൻ ദ സോഫ്റ്റ്വെയർ ഈസ് ഇൻവോക്ക്ഡ്. ഒരു ആപ്ലിക്കേഷൻ, ഒരു സോഫ്റ്റ്വെയർ ഇൻവോക്ക്ഡ് ചെയ്യുമ്പോൾ മറ്റൊരു ആപ്ലിക്കേഷൻസ് റണ്ണ് ചെയ്യില്ല. ആ ഒരു രീതിയിലുള്ള സൈഡ് എഫക്ട്സ് ഒന്നും സോഫ്റ്റ്വെയറിന് ഉണ്ടാവില്ല. ഇതാണ് ഇൻറ്റഗ്രിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പോയിൻ്റാണ് എഫിഷ്യൻസി, എഫക്റ്റീവ് യൂസേജ് ഓഫ് ദ സ്റ്റോറേജ് സ്പേസ്. അതായത് സ്റ്റോറേജ് സ്പേസസിൻ്റെ എഫക്റ്റീവായിട്ടുള്ള യൂസേജ്. ആൻഡ് ഫാസ്റ്റർ എക്സിക്യൂഷൻ ടൈം ഫാസ്റ്റ് ആയിരിക്കും. റിലയബിലിറ്റി, ദ സോഫ്റ്റ്വെയർ ഷുഡ് ബി ഡിഫക്റ്റ് ഫ്രീ ആൻഡ് ഷുഡ് നോട്ട് ഫെയിൽ ഡ്യൂറിങ് ദ ഓപ്പറേഷൻ. അതായത് ഈ ഒരു സോഫ്റ്റ്വെയറിന് മറ്റ് പ്രോബ്ലംസ്, എഫക്ട്സ് ഒന്നും ഉണ്ടാവാൻ പാടില്ല എന്നാണ്. ഷുഡ് നോട്ട് ഫെയിൽ ഡ്യൂറിങ് ദ ഓപ്പറേഷൻ. ഓപ്പറേഷൻ ടൈമിൽ ഒരു ഫെയിലിങ്ങോ എറേഴ്സോ ഇതിന് ഉണ്ടാവാൻ പാടില്ല എന്നാണ് റിലയബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ സേഫ്റ്റി, ദ സോഫ്റ്റ്വെയർ ഷുഡ് നോട്ട് ബി ഹാസർഡസ് ടു എൻവിറോൺമെൻറ്റ് ലൈഫ്. അതായത് എൻവിറോൺമെൻറ്റ് ലൈഫ്സിനും മറ്റ് ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ അപകടകരമായിട്ടുള്ള രീതിയിൽ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. നെക്സ്റ്റ് സെക്യൂരിറ്റി, ദ സോഫ്റ്റ്വെയർ ഷുഡ് നോട്ട് ഹാവ് ഇൽ എഫക്റ്റ്
ഓൺ ഡാറ്റ ഓർ ഹാർഡ്വെയർ. സോഫ്റ്റ്വെയറിന് ഡാറ്റേൻ്റെയോ അല്ലെങ്കിൽ ഹാർഡ്വെയറിൻ്റെയോ കേസിൽ മറ്റ് എഫക്ട്സോ അല്ലെങ്കിൽ ഇമ്പാക്ട്സോ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് സെക്യൂരിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയുമാണ് ഓപ്പറേഷണൽ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ്. സോഫ്റ്റ്വെയർ ക്വാളിറ്റി റിക്വയർമെൻറ്റ്സിൻ്റെ മറ്റൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ട്രാൻസിഷൻ ക്യാരക്ടറിസ്റ്റിക്സ്. ട്രാൻസിഷൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ സ്പെസിഫൈ ദ റിക്വയർമെൻറ്റ്സ് ഫോർ ഇറ്റ്സ് യൂസേജ് ഇൻ other ഹാർഡ്വെയർ ഓർ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് എൻവിറോൺമെൻറ്റ്. അതായത് മറ്റ് ഹാർഡ്വെയറുകളിലോ അതേപോലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പരിസ്ഥിതികളിലും എൻവിറോൺമെൻറ്റ്സിലോ ഇതിൻ്റെയൊക്കെ ഉപയോഗത്തിനുള്ള ആവശ്യകതയെക്കുറിച്ചാണ് ട്രാൻസിഷൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ട്രാൻസിഷൻ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ഫസ്റ്റ് പോയിൻ്റാണ് പോർട്ടബിലിറ്റി. പോർട്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈസ് which software can be transferred from one platform to another platform. അതായത് ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നും സോഫ്റ്റ്വെയറിനെ മറ്റൊരു പ്ലാറ്റ്ഫോമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് പോർട്ടബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് ഫോർ എക്സാമ്പിൾ ഫ്രം വിൻഡോസ് NT ടു യുണിക്സ്, വിൻഡോസിൽ നിന്നും യുണിക്സിലേക്ക് ഈ ഒരു സോഫ്റ്റ്വെയറിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. എങ്ങനെ? വിത്തൗട്ട് ചേഞ്ചിങ് ദ ഫങ്ഷനാലിറ്റി. അതിൻ്റെ ആ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഫങ്ഷനാലിറ്റീസിൽ മാറ്റങ്ങളൊന്നും വരുത്താതെ തന്നെ നമുക്ക് പ്ലാറ്റ്ഫോം ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് പോർട്ടബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ റീയൂസബിലിറ്റി. If portions of the software can be used in some other applications with little or no modifications, the software is said to be reusable. അതായത് ഒരു സോഫ്റ്റ്വെയറിൻ്റെ പോർഷൻസ്, ചെറിയ പോർഷൻസും അതേപോലെ തന്നെ മോഡിഫിക്കേഷനൊന്നും ചെയ്യാത്ത ചെറിയ പോർഷൻസൊക്കെ മറ്റ് അതർ ആപ്ലിക്കേഷൻസിൽ നമുക്ക് യൂസ് ചെയ്യാമെങ്കിൽ ആ ഒരു സവിശേഷതയാണെന്ത്? റീയൂസബിലിറ്റി എന്ന് പറയുന്നത്. ദ സോഫ്റ്റ്വെയർ ഈസ് സെഡ് ടു ബി റീയൂസബിൾ. തേർഡ് പോയിൻ്റാണ് ഇൻ്ററോപ്പറബിലിറ്റി. ഇൻ്ററോപ്പറബിലിറ്റി എന്ന് പറഞ്ഞാൽ എബിലിറ്റി ടു മേക്ക് ദ സോഫ്റ്റ്വെയർ എക്സ്ചേഞ്ച് ഇൻഫോർമേഷൻ വിത്ത് അനദർ സിസ്റ്റം ആൻഡ് മേക്ക് യൂസ് ഓഫ് ദ ഇൻഫോർമേഷൻ ട്രാൻസ്പെറൻ്റ്ലി. അതായത് ഒരു മറ്റൊരു സിസ്റ്റവുമായിട്ട് സോഫ്റ്റ്വെയറിൻ്റെ ഇൻഫോർമേഷൻസ് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റിയാണെന്ത്? ഇൻ്ററോപ്പറബിലിറ്റി എന്ന് പറയുന്നത്. മാത്രമല്ല ആ ഒരു ഇൻഫോർമേഷൻസ് ട്രാൻസ്പെറൻ്റ്ലി ഉപയോഗിക്കാനുള്ള ആ ഒരു കഴിവിനെയും കൂടി എന്ത് പറയുന്നു? ഇൻ്ററോപ്പറബിലിറ്റി എന്ന് പറയുന്നു. ക്വാളിറ്റി റിക്വയർമെൻറ്റ്സിൻ്റെ തേർഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് റിവിഷൻ ക്യാരക്ടറിസ്റ്റിക്സ്. ദ റിവിഷൻ ക്യാരക്ടറിസ്റ്റിക്സ് സ്പെസിഫൈ ദ റിക്വയർമെൻറ്റ്സ് ഫോർ മേക്കിംഗ് ദ ചേഞ്ചസ് ടു സോഫ്റ്റ്വെയർ ഈസി. ഒരു സോഫ്റ്റ്വെയറിൽ ഈസി ആയിട്ട് മാറ്റങ്ങൾ, ചേഞ്ചസ് എങ്ങനെ വരുത്താം എന്നുള്ളതിനെക്കുറിച്ചുള്ള റിക്വയർമെൻറ്റ്സ്, ആവശ്യകതയെക്കുറിച്ചാണ് എന്ത് പറയുന്നത്? റിവിഷൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. റിവിഷൻ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ഫസ്റ്റ് പോയിൻ്റാണ് മെയിൻറ്റെയിനബിലിറ്റി. മെയിൻറ്റെയിനബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈസി ടു മെയിൻറ്റെയിൻ സോ ദാറ്റ് ടൈം എഫേർട്ട് റിക്വയർഡ് ടു റിമൂവ് ഡിഫക്ട്സ് ഇൻ ദി സോഫ്റ്റ്വെയർ ഈസ് മിനിമൽ. ഒരു സോഫ്റ്റ്വെയർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സോഫ്റ്റ്വെയറിൽ വരുന്ന എറേഴ്സ്, ഡിഫക്ട്സ് അതൊക്കെ നമുക്ക് ചെറിയൊരു ടൈം എടുത്തുകൊണ്ടും അതേപോലെ ചെറിയ എഫേർട്ട് എടുത്തുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യാൻ പറ്റും. അതാണ് മെയിൻറ്റെയിനബിലിറ്റി. സെക്കൻഡ്, ടെസ്റ്റബിലിറ്റി. ഈസി ടു ടെസ്റ്റ് സോ ദാറ്റ് ദ ടൈം ഓർ എഫേർട്ട് റിക്വയർഡ് ടു ടെസ്റ്റ് ദ സോഫ്റ്റ്വെയർ ഈസ് മിനിമൽ. ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ടെസ്റ്റ് ചെയ്യണം. ആ ഒരു ടെസ്റ്റിങ് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ
അതിന് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് കൂടുതൽ എഫേർട്ടോ ടൈമോ ആവശ്യമായിട്ട് വരുന്നില്ല. അതാണ് ടെസ്റ്റബിലിറ്റി. നെക്സ്റ്റ്, ഫ്ലെക്സിബിലിറ്റി. ഈസി ടു മേക്ക് മോഡിഫിക്കേഷൻ സോ ദാറ്റ് the time or effort required for making modification is minimal. അതായത് മോഡിഫിക്കേഷൻസ് വരുത്താൻ വേണ്ടിയിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അതിനും കൂടുതൽ ടൈമോ എഫേർട്ടോ ആവശ്യമായി വരുന്നില്ല എന്നുള്ളതാണ്. അതായത് വളരെ കുറച്ച് സമയം കൊണ്ടും എഫേർട്ട് എടുത്തുകൊണ്ടും മോഡിഫിക്കേഷൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഫ്ലെക്സിബിലിറ്റി. അടുത്തത് സ്കാലബിലിറ്റി. Easy to increase the performance of the software if the applications demand it. For example, a database application that gives good response time for 10 users should be scalable for 100 users if required. Scalability, സോഫ്റ്റ്വെയറിൻ്റെ ഡിമാൻഡ് കൂടുന്ന സമയത്ത് അതിൻ്റെ പെർഫോമൻസ് നമുക്ക് ഈസി ആയിട്ട് വർദ്ധിപ്പിക്കാൻ പറ്റും. ദെൻ എക്സ്റ്റെൻസിബിലിറ്റി, the ease with which the functionality of the software can be enhanced. If you want to add some additional features, you should able to do it easily, and you should not say that you would rewrite the entire code. അതായത് എക്സ്റ്റെൻസിബിലിറ്റി എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയറിൻ്റെ ഫങ്ഷനാലിറ്റീസ് നമുക്ക് മോഡിഫൈ ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമുക്ക് കൂടുതൽ ഫങ്ഷനാലിറ്റീസ് അഡീഷണലായിട്ട് ചേർക്കണമെന്നുണ്ടെങ്കിൽ അതും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. ദെൻ മോഡുലാരിറ്റി. ഇഫ് ദ സോഫ്റ്റ്വെയർ ഈസ് ഡിവൈഡഡ് ഇൻ ടു സെപ്പറേറ്റ് ഇൻഡിപെൻഡൻറ്റ് പാർട്സ് കോൾഡ് മൊഡ്യൂൾസ് ദാറ്റ് ക്യാൻ ബി മോഡിഫൈഡ് ആൻഡ് ടെസ്റ്റഡ് സെപ്പറേറ്റ്ലി, ഇറ്റ് ഹാസ് ഹൈ മോഡുലാരിറ്റി. സോഫ്റ്റ്വെയറിനെ നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് സെപ്പറേറ്റ് ഇൻഡിപെൻഡൻറ്റ് പാർട്ട് ആക്കി മാറ്റാൻ പറ്റും. അതിനെ നമുക്ക് ആ ഒരു പാർട്സിനെ നമുക്ക് മൊഡ്യൂൾസ് എന്ന് വിളിക്കാം. അത് നമുക്ക് മോഡിഫൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് ടെസ്റ്റഡ് സെപ്പറേറ്റ്ലി ഇറ്റ് ഹാസ് ഹൈ മോഡുലാരിറ്റി. ആൻഡ് സെപ്പറേറ്റ് ആയിട്ട് അതിനെ ടെസ്റ്റ് ചെയ്യാനും മോഡിഫൈ ചെയ്യാനും പറ്റും. ആ മൊഡ്യൂൾസിന് എന്താണ് ഹൈ മോഡുലാരിറ്റി ഉണ്ടായിരിക്കുന്നതാണ്. സോഫ്റ്റ്വെയർ പ്രൊജക്റ്റിൻ്റെ സക്സസ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറച്ച് ക്രൈറ്റീരിയാസാണ് നമ്മൾ ഇതുവരെ പറഞ്ഞിരുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു ക്രൈറ്റീരിയയാണ് ടൈം എന്ന് പറയുന്നത്. ഒരു സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയിൽ ഒരു രീതിയിലുള്ള കോംപ്രമൈസും ചെയ്യാതെ അല്ലെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യാതെ സമയപരിധിക്കുള്ളിൽ പ്രൊഡക്റ്റ് എത്തിക്കുക, ആ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഒരു സോഫ്റ്റ്വെയർ പ്രൊജക്റ്റ് സക്സസ് ആവുകയുള്ളൂ. അടുത്തത് ബഡ്ജറ്റ്. ഒരു പ്രൊജക്റ്റ് ചെയ്യാനുള്ള ചിലവ് എന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഒരു കസ്റ്റമർക്ക് പ്രൊജക്റ്റ് പ്രൊപ്പോസൽ ചെയ്യുമ്പോൾ എല്ലാ ഐറ്റംസിനും കോസ്റ്റ് നിശ്ചയിക്കുക എന്നുള്ളത് ഇറ്റ്സ് നോട്ട് പോസിബിൾ. നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തിട്ട് നമ്മളൊരു സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിൽ ഡെവലപ്പ് ചെയ്യുന്നതിന് മുന്നേ ഇനീഷ്യൽ എസ്റ്റിമേറ്റ് ഇടും. ആ ഒരു ഇനീഷ്യൽ എസ്റ്റിമേറ്റ് ഐറ്റംസിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് അവസാനം ആ ഒരു സോഫ്റ്റ്വെയർ പ്രൊജക്റ്റിൻ്റെ ഫിനിഷിങ്ങിൽ സെയിം ആയിരിക്കില്ല. അതിൽ വ്യതിയാനങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ടാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് വളരെയേറെ പ്രാധാന്യമുള്ള ഒരു ക്രൈറ്റീരിയ ആണ് എന്ന് പറയുന്നത്. ലാസ്റ്റ്, റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന ഡെവലപ്പേഴ്സും അതേപോലെ തന്നെ അത് കൺട്രോൾ ചെയ്യുന്ന മാനേജേഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോവുക, അല്ലെങ്കിൽ നല്ല രീതിയിൽ ആണ് എന്ന് ആ ഒരു മാനേജർ ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. ഇത് വളരെയേറെ പ്രധാനപ്പെട്ട ഒരു ക്രൈറ്റീരിയയാണ് എന്തിൻ്റെ സോഫ്റ്റ്വെയർ പ്രൊജക്റ്റിൻ്റെ സക്സസ്സിൽ വളരെ പ്രധാനപ്പെട്ടൊരു ക്രൈറ്റീരിയയാണ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു സോഫ്റ്റ്വെയർ കൃത്യമായിട്ടുള്ള ബജറ്റിനുള്ളിൽ
ടൈമിനുള്ളിൽ പ്രൊജക്റ്റ് പൂർത്തിയാക്കുകയും ഗുണനിലവാരമുള്ളൊരു സോഫ്റ്റ്വെയർ നമുക്ക് വിതരണം ചെയ്യാനും സാധ്യമാകുന്നു എന്നുള്ളതാണ്. ഇത്രയുമാണ് സോഫ്റ്റ്വെയർ പ്രൊജക്റ്റ് സക്സസ്സിന് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ക്രൈറ്റീരിയാസ്.